ചേട്ടാ എന്തു പറ്റി? എന്നും ക്ലിനിക്കിൽ നിന്ന് ഇങ്ങനെ ദേഷ്യത്തിലാണല്ലോ വരുന്നത്. ചേട്ടാ ഞാൻ മൃഗപാലൻ ഡോക്ടറെ ചവിട്ടിക്കൂടി ജയിലിൽ ചവിട്ടിക്കൂട്ടിയാരും അങ്ങനെ ജയിലിൽ നിന്ന് പോകത്തില്ല കേട്ടോ. അത് നിനക്ക് എങ്ങനെ അറിയാം? എടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? എന്നെ ഇന്നാരും ചവിട്ടിക്കൂട്ടി ഒരു ചെറുവരല എനിക്ക് അവരെന്നൊന്നും ചെയ്തില്ലല്ലോ. എടാ തല്ലുവിളി നിന്നെ അവിടെ എല്ലാവർക്കും അറിയാന്നുള്ളതുണ്ട്. അത് പോട്ടെ, എന്തിനാ മൃഗപാലൻ ഡോക്ടറിനെ ചവിട്ടുന്നേ? അല്ല ഒരു എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? എന്തോ ഒരു കാര്യമില്ല ചെള്ളക്കെട്ട് കൂട്ടി. അല്ല ചേട്ടാ, ഒരു കാര്യമില്ലാതെ നമ്മൾ ഒരാളുടെ ചെള്ളത്തിൽ കുത്തത്തില്ലല്ലോ. നീ എന്റെ സൈഡാണോ അയാളെ സൈഡാണോ? ചേട്ടന്റെ സൈഡ് സംശയം എന്താ? ഞാൻ പിന്നെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ആൻ എൻക്വയറി. ഞാനൊരു മൃഗ ഡോക്ടറായിരുന്നു കാണിച്ചു കൊടുത്തേനെ എങ്ങനെയാണ് ഒരു കമ്പൗണ്ടറിന്റെ അടുത്ത് പെരുമാറാവുള്ളതെന്ന്. പോട്ടെ, സാരമില്ല. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്ക് ശംഭുവിനെ മൃഗ ഡോക്ടർ ആക്കിയാലോ? സൂപ്പർ ആയിരിക്കും. കറക്റ്റാ. എന്ത് അവനൊരു മൃഗ ഡോക്ടർ, മക്കളൊരു മൃഗ ഡോക്ടർ ആവണം മോനെ. എന്നിട്ട് ഈ ലോകത്തുള്ള സകലമായ ഡോക്ടർമാർക്കും കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഒരു മൃഗ ഡോക്ടർ കമ്പൗണ്ടറിന്റെ അടുത്ത് പെരുമാറാവുള്ളതെന്ന്. കേട്ടാ? എന്തോന്ന് വെച്ചാ പറയുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് വയലിനും കീബോർഡും ഗിറ്റാറും പഠിച്ചിട്ട് മൃഗ ഡോക്ടർ ആവാൻ. പിന്നെ അല്ലാതെ അവ ഇത്രയും കഷ്ടപ്പെട്ട് ഷഡ്ജവും ഗമകവും ഒക്കെ കാണാതൊക്കെ പഠിച്ചിട്ട് ഒരു സംഗീത പ്രതിഭയാവുള്ളതായിട്ടാ. അതിനെന്ത് കലാഹൃദയമുള്ള ഒരു മൃഗ ഡോക്ടർ. പിന്നെ മൃഗങ്ങൾക്ക് വയലിനും കീബോർഡൊക്കെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. എന്ത് പറഞ്ഞാലും പറ്റൂല. ഞാൻ വലുതാകുമ്പോ മ്യൂസീഷ്യനാവും. ഞാൻ പോണു. മക്കളെടാ സമാധാനമായല്ലേ? ഞാൻ കൊറേ കഴിഞ്ഞിട്ട് വരാം. ഹലോ മോളുസേ, അച്ഛൻ്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നടാ? നോക്കിക്കൊണ്ടൊക്കെ ചെയ്യാൻ പറയാട്ടോ. എങ്ങാനും പൂട്ടിപ്പോയാലേ നമ്മളെ കാര്യം അറിയാമല്ലോ. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഹലോ ഫോൺ വേണം കൊച്ചാ, പിന്നെ വിളിച്ചോളും. കാര്യം സംസാരിക്കാണ്ട് ഫോൺ വേണം. ഇത് വലിയ ശല്യമായല്ലോ. മോളുസ നിന്നല്ലേ പറഞ്ഞേ? ഇവിടെ നീ പല്ലിയെ കണ്ടാ? ഇത് ശകുനം നോക്കാനാണോ? എടാ എൻ്റെ മോള് പല്ലവിയെ കണ്ടാന്ന്. ഇത് ചോദിക്കാനാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു തൊലച്ചത്. നീ സൊള്ളല്. ഞാൻ പറയണത് പല്ലവി എവിടെടാ? എൻ്റെ ചേട്ടാ അവള് വാങ്ങിക്കരി പുറത്തോട്ടങ്ങാണ്ട് പോകുന്നുണ്ട്, ഏതോ കൂട്ടുകാരന് പുസ്തകം കണ്ട് വാങ്ങിക്കാൻ. ആ അത് ശരി. എന്നാ ശരിയെന്നാ. എന്താ ശരിയാ? ഡേയ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. പറ്റത്തില്ല. പൈസ ആരാടാ? പറ്റും, കാര്യം പറ. പുണ്യ ജന്മം തന്നെടാ അബി. ചേട്ടൻ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? എടാ നമുക്ക് പല്ലവിയെ മൃഗ ഡോക്ടർ ആക്കണം. അപ്പൊ ശംഭുവിനെ വിട്ടോ? അവനെ സംഗീതം കൊണ്ടുപോയി. ഇവക്കാവുമ്പോ ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാക്കിലാക്കി എടുക്കാൻ പറ്റും. എന്നാ ചാക്കിലാക്കാം. അങ്ങനെ അല്ലടാ, ആശ അവളെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ. ഓ അങ്ങനെ. അപ്പം പിന്നെ ചാർജ് കൊടുക്കും കേട്ടോ. എടാ എന്റെ പൊന്നു ചെറുക്കാൻ നീ ഇങ്ങനെ ആർത്തി കാണിക്കാതെ. എന്തോന്ന് ആർത്തി? എൻ്റെ ചേട്ടത്തെ ഒരു സൈഡിൽ കൂടെ ചാക്കിലാക്കാൻ നോക്കും, നമ്മൾ വേറെ സൈഡിൽ കൂടെ ചാക്കിലാക്കാൻ നോക്കും. നമ്മൾ എന്തായാലും ചാക്കിലാക്കാൻ നോക്കും, പുതിയ തന്ത്രങ്ങൾ മെനയണമല്ലോ. അപ്പോൾ എന്തായാലും പൈസ കൂടും. തരാടാ. എന്നാ പിന്നെ അങ്ങോട്ടില്ല ഒരു ഞാൻ ഐഡിയ പറയാം. ഹിപ്നോട്ടിസ്. ഇവിടെ ആരുടെ രഹസ്യമൊന്നും ചോർത്താല്ല, നീ ഹിപ്നോട്ടിസും ചെയ്യണ്ട. എൻ്റെ ചേട്ടാ ഇത് രഹസ്യം ചോർത്താൻ വേണ്ടി മാത്രമൊന്നും അല്ല. ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. എന്നിട്ട് എന്തുവാ ഹിപ്നോട്ടിസ് നീ കാര്യങ്ങളൊക്കെ നടക്കും. നീ എന്തായാലും ഹിപ്നോട്ടിസ് ഒന്നും ചെയ്യണ്ട. ആ ശിവൻ അന്ന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ട പാടറിയാലോ. ഓ എങ്കിൽ പിന്നെ വേണ്ടേ. എന്നാ പിന്നെ നമുക്ക് കൂടോത്തരം ചെയ്തല്ലോ, ഐ മീൻ കൈവശം. എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ അടുത്ത് എന്തിനാടാ വന്നത്? ഇങ്ങനെ ഐഡിയ വേണ്ടെങ്കിൽ പറയാം. എൻ്റെ വേറെ സെറ്റപ്പ് ഐഡിയയിലുണ്ട്, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അവളിപ്പോ വരും, നീ പെട്ടെന്ന് പറയണേ പറ. ഞാൻ ആലോചിച്ച് നോക്കട്ടു. ഞാൻ ഫോൺ പോക്കറ്റിട്ട്. പോക്കറ്റിലൊക്കെ ഞാൻ ആലോചിച്ച് നോക്കട്ടെ പറയാം. നിങ്ങൾ എല്ലാവരും കൂടി എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ പൈസയൊന്നുമില്ല. അതല്ല ചാ, എന്ത് സഹായം മോളെ വേണ്ടത്? ആ പല്ലവി എങ്ങനെയെങ്കിലും നമുക്കൊരു എഞ്ചിനീയർ ആക്കണം. എഞ്ചിനീയർ ആക്കണമെങ്കിൽ ഞങ്ങളാരും വിചാരിച്ചിട്ട് കാര്യമില്ല, വല്ല യൂണിവേഴ്സിറ്റിയിലും കൊണ്ട് ചേർക്കണം. അപ്പൊ എഞ്ചിനീയർ. ഓ എടി അതല്ല, അവളുടെ അച്ഛൻ അവളെ മൃഗ ഡോക്ടർ ആക്കാൻ നടക്കാന്ന്. അപ്പൊ ശംഭുവിനെ വിട്ടോ? ഓ അതൊരു വിധത്തിൽ ഞാൻ പറഞ്ഞൊന്ന് ഒഴിവാക്കി. അപ്പൊ പല്ലവി കയറി പിടിച്ചു. ഇവൻ ഇത് എന്തിന്റെ കേടാ? പിള്ളേർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതല്ലേ ആകണ്ടത് അല്ലേ? അവൾക്ക് എഞ്ചിനീയർ ആണെങ്കിൽ അവളെ എഞ്ചിനീയർ ആക്കണം. അതിന് അവക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ നാത്തൂസല്ലേ പറഞ്ഞത് അവക്ക് എഞ്ചിനീയർ ആവണമെന്ന്. അല്ലാതെ എന്റെ ആഗ്രഹം പറഞ്ഞ. വെരി ബ്യൂട്ടിഫുൾ. നല്ല സ്വഭാവം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ആശിച്ചു പോയി. തന്നെയല്ല, അവളെങ്ങാനും ഇതുപോലൊരു മൃഗസ്നേഹി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ പട്ടിയും പൂച്ചയും തട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? അത് ശരിയാ. പക്ഷേ ഞങ്ങളെ കൊച്ചുങ്ങളെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താ കൊച്ചല്ലേ അച്ഛാ? അയ്യോ അതും ശരിയാ, കൊച്ചു കുഞ്ഞാ. ഞാൻ പക്ഷേ ഇതിൽ നാത്തൂന്റെ കൂടെ നിൽക്കാം കേട്ടോ. കാരണം എന്നെ അന്ന് ഓന്തിനെ കൊണ്ട് നക്കിച്ചെന്റെ പ്രതികാരം ചെയ്യണം. നീ വാടി, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്ത് സ്വഭാവം അച്ഛാ? എന്ത് സ്വഭാവം അച്ഛാ? അല്ലേ എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ? ചേച്ചി നമുക്ക് ഏണിയും പാമ്പും കളിച്ചാലോ? എവിടെയെങ്കിലൊക്കെ മാറി ഇരുന്ന് കളിക്കാം. എനിക്ക് ചിറ്റപ്പ തട്ടി
എടാ നിന്റെ കൈ ഒരു കൈ ഫ്രീ ആണെങ്കിൽ നിന്റെ പാവന്ന് പൊത്തുവാ. അപ്പൊ ഇതിന്റെ വാരി കൊത്തും തട്ടിക്കൊണ്ടു കരടി. പേടിച്ചോല്ല എടാ അവളെ പിടിയെടാ. കൂടുതലും ചാടിയോണ്ട് നിന്നെ പിടിച്ച് കെട്ടിയിടുക കേട്ടോ. എടാ പിള്ളേരല്ലേ കെട്ടിയിടൊന്നുമില്ല മക്കളെ, അവിടെ നിന്നില്ലേ. ഓഹോ ഇപ്പൊ നമ്മളെ കുറ്റക്കാര് സിനിമാ സ്റ്റൈലിൽ ഇപ്പൊ ഗോഡൌണിൽ തട്ടിക്കൊണ്ട് വന്നും പോരാ നമ്മളെ കുറ്റം പറയുന്നു. എടാ നീ അത് വിട് മക്കളെ. അച്ഛൻ മക്കളെടുത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെയോ? ആ കൂടുതൽ ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, പണയം കൊണ്ട് കേട്ടാ മതി. എടാ നീ പേടിപ്പിക്കാതെ കുറച്ച് മയത്തിൽ സംസാരിക്കും. പിള്ളേരല്ലേടാ. ഓ എന്തെന്ന് ചായക്കൊന്ന അച്ഛൻ എന്താ പറയാനുള്ളത് പറ. അത് മക്കളെ, ഇന്ന് അച്ഛൻ്റെ ക്ലിനിക്കിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായി. ദാരുണ സംഭവം എന്തുവാ? ആ മൃഗപാലൻ ഡോക്ടറെ, മൃഗപാലൻ ഡോക്ടർ മൃഗപാലൻ ഡോക്ടർ കൈ ഇങ്ങനെ വെച്ചിട്ട് അച്ഛനെ താണ്ട് ഇങ്ങനെ കുത്തി. ഇങ്ങനെ കുത്തിയോ? എന്തിന്? എന്താണെന്നുള്ള കാര്യമൊക്കെ നീ വിട്. ഒരു മൃഗ ഡോക്ടർ കമ്പൗണ്ടർ എടുത്ത് മര്യാദക്കല്ലല്ലോ അച്ഛൻ്റെ അടുത്ത് പെരുമാറിയത്. അത് കണ്ടപ്പോൾ അച്ഛന് മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടായി. ആ വേദന എന്ത് വേദന? ഒരു വേദനയും സങ്കടവും. ആ സങ്കടത്തിൽ നിന്ന് അച്ഛനൊരു ആഗ്രഹം ഇങ്ങനെ പൊട്ടിമുളച്ച്. എന്താഗ്രഹം? മക്കളെ ഒന്ന് സംസാരിക്കാതിരിക്കോ? അച്ഛൻ ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മക്കളെ, അച്ഛൻ്റെ ആഗ്രഹം മക്കളെ ഒരു മൃഗ ഡോക്ടർ ആക്കണമെന്നാണ്. അതിനാണ് അച്ഛൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അത് പിന്നെ അമ്മ മക്കളെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചാലാ. മക്കൾ മൃഗ ഡോക്ടർ ആവുമോടാ? ആണോ? ആവാ. ഉള്ളതാണോ? ആ എനിക്ക് എന്തെങ്കിലും കാര്യം മതി അച്ഛാ. ഇനിയപ്പോ അച്ഛൻ അതാണ് ആഗ്രഹം, ഞാനങ്ങ് ആവാം അല്ലേ? കണ്ടടാ, എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം കണ്ടാ മതി. ചേട്ടാ ചേട്ടാ അയ്യേ ചേ ഞാൻ എന്താവണം? മക്കൾ തൽക്കാലം ഒന്നും ആവണ്ട. അച്ഛനെന്താ ചാള കളിപ്പിക്കുന്ന? പിന്നെ എന്തിനാ എന്നെ കൊണ്ടുവന്നേ? എടി ഒരാളെ തട്ടിക്കൊണ്ടുവരും വേറെ ആളെ ചുമ്മാ ഇരുത്താൻ പറ്റുമോ? അതുകൊണ്ട് നിന്നെ കൂടെ കൊണ്ടുവന്നേ. അത്രേ ഉള്ളൂ. നീ കൂടെ കണ്ണെങ്കിൽ ഒരെണ്ണം കൊടുത്തോ. ചിറ്റപ്പ ഞാൻ ഫ്രീ ചികിത്സ തരാം. ചവിട്ടിക്കളയും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തൊട്ട കേസെല്ലാം പൊന്നായിട്ടേ ഉള്ളൂ. എടേ നീ തൊട്ട് പൊന്നാക്കിയ കേസിൻ്റെ കാര്യമൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എന്ത് ഞാൻ കൊച്ചിനെ പിടിച്ച് ചാക്കിയിട്ട് തന്നിട്ട് ആക്കിയിട്ട് വരുന്നുണ്ട്. എവിടെ മക്കളെ? അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞ? ആ പറഞ്ഞു. ഡേ എൻ്റെ അടുത്തൊന്നും തോന്നല്ലേ. നീ ആമി കൊച്ചിനെ വേണമെങ്കിൽ എഞ്ചിനീയർ ആയിക്കോ, എനിക്കൊരു വിരോധവും ഇല്ല. ആ ആണല്ലേ മക്കളെ? മറ്റേ കാര്യം അച്ഛനോടങ്ങ് പറഞ്ഞേരെ. ഏത് മറ്റേ കാര്യം? അതെ അച്ഛാ, ഞാൻ എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു. ബെസ്റ്റ് കൊച്ചേ, നീ എന്താ കളിക്കണ? മൃഗ ഡോക്ടറാണെന്ന് എനിക്ക് വാക്ക് തന്നിട്ടില്ല. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. അതിപ്പോ ഈ ഞണ്ട് കറക്കുന്ന കാര്യം സ്രാവ് കടിക്കുന്ന കാര്യം ഒന്നും അറിയണ്ടല്ലോ, ഞാൻ ഉറപ്പ് വന്നേ. നീ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ അങ്ങോട്ടേക്ക് ചാടിച്ച്. ഇതൊരു സ്വഭാവം ചേട്ടത്തി, വളരെ ചീപ്പായി പോയിട്ടോ. നിനക്കെന്താണ് ഒരു കാര്യം? സുമേഷേ വാങ്ങിച്ച പൈസക്ക് പണിയെടുക്കും. ഉണ്ട ചോറിന് നന്ദി കാണിക്കുമെന്ന്. മക്കളെ അമ്മ ചുമ്മാ പറയണേണ്. അച്ഛൻ ഇതുവരെ ഞണ്ടിൻ്റെ ഇറക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഞണ്ടിന്റെ ഇറക്കും കൊണ്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷെ കുടില ചവിട്ടിയ കൊണ്ടുവന്നിട്ടുണ്ട്. കുടില ചവിട്ടിയാ? കുതിര. ആ കുതിര അതൊരു പ്രാവശ്യം. ആ ഇന്നാളൊരു ദിവസം വവ്വാലി ചപ്പി എന്ന് പറഞ്ഞു വന്നോ? നീ പോ അവിടെ നിന്ന്. വവ്വാലി അപ്പം ഞാൻ തോന്നുന്നു മൽഗോവ മാമ്പഴോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പോറലുണ്ടാവും. അത് ഞാൻ കമ്പൗണ്ടർ ആയതുകൊണ്ടാണ്. ഡോക്ടർക്ക് അങ്ങനെ ഒരു ആപത്തും പറ്റൂല മക്കളെ. അപ്പൊ പിന്നെ മറ്റേ കുതിര വെട്ടി മൃഗപാലന്റെ ഫ്രണ്ടിലെ 3 പല്ല് പോയതോ? എടാ അത് എന്നെ ചവിട്ടിന് കണ്ടോണ്ട് അയാൾ വാ വളർന്ന് നിന്ന് ചിരിച്ചത് കൊണ്ട്. ഡേ നീ ആരുടെ സൈഡ്? എൻ്റെ സൈഡാണ്. ഓ സോറി മറന്നു. ആ അത് തന്നെ മൃഗപാലൻ ഫ്രണ്ടിൽ വെപ്പ് വെച്ച് പിന്നത്തെ കുഴപ്പം. ആ വെപ്പ് വല്ല വെച്ചല്ല പിന്നെന്ത്? കേട്ടോ അവിടുത്തെ ഡോക്ടറെ ഫ്രണ്ടിൽ വെപ്പൂല് വെച്ചെന്ന്. നിനക്കും മൃഗ ഡോക്ടറായ ഫ്രണ്ടിൽ വെപ്പൂല് വെച്ചോ നടക്കാം. വേണോ? എനിക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടെന്ന്. എടി നിർത്ത്, നിന്റെ പരദൂഷണം പറിച്ചു നിർത്ത്. ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ മുമ്പേ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ടല്ലേ അവളെ സ്വാധീനിച്ച് അവളെ മൃഗ ഡോക്ടറാകാൻ സമ്മതിപ്പിച്ചു. അപ്പൊ അതിനൊരു കുഴപ്പമില്ലേ? ആ ചേട്ടൻ ഒറ്റയ്ക്കൊന്നുമില്ല, ഞാനും ഉണ്ടായിരുന്നു കൂടെ. പോടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചിനെ ഞാൻ എഞ്ചിനീയർ ആക്കിയിരിക്കും. എന്റെ കൊക്കിന് പൾസ് ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ആ നിങ്ങളുടെ കുക്കിനെ ഞാൻ പോയി. എന്റെ ദൈവമേ, എനിക്ക് എഞ്ചിനീയർ ആവണ്ട, മൃഗ ഡോക്ടർ ആവണ്ട. പിന്നെ നിനക്ക് എന്തോ ആവണം? ഞാനേ ബാഡ്മിന്റൺ കളിക്കാരിയായല്ലോ. അടിപൊളി. ഓപ്പോസിറ്റ് കളിക്കുന്ന പെണ്ണിനെ നിനക്ക് പ്രായം കൊല്ലാനില്ലേ? ഞാൻ അപ്പ ആലോചിച്ചോളാം. ഇവിടെ വഴക്കുണ്ടാക്കാണ്ടിരുന്നാ മതി. എടി പിങ്കി, 101 പഴഞ്ചൊല്ലെന്ന് പറഞ്ഞ് നീ വല്ല ബുക്ക് വല്ല വായിച്ച ഈയിടയ്ക്ക്? കുറെ നേരമായി അവള് പഴഞ്ചൊല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ചേട്ടാ എനിക്ക് പഴഞ്ചൊല്ലി പറയാൻ പറ്റത്തില്ലേ? എന്തുവാ അല്ലേ? അച്ഛന് പറയടാ. അച്ഛൻ പോയാന്ന്. അച്ഛനപ്പുറത്തുണ്ട്. എന്തുവാടാ? അച്ഛൻ തിരി പറ അച്ഛമ്മ എന്നെ മൃഗ ഡോക്ടർ ആക്കല്ലേന്ന്. മികവോ? മൃഗ ഡോക്ടർ ആക്കല്ലേന്ന്. നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ? നിന്നെ വിട്ടു അവര് പല്ലീനെ പിടിച്ചു. എന്തായാലും അച്ഛൻ നല്ല പണി തന്നെ ചെയ്തത്. എന്നിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞ ഞാനാണെങ്കിൽ കുറെ നേരം ചെന്ന്
ഒളിക്കുകയും ചെയ്തു. ആ ഉറുമ്പിന്റെ ഫുൾ കടി എനിക്ക് കിട്ടി. നീ എവിടെ പോയി ഒളിച്ചത്? ഇതെന്തോ ഇത്? ഉത്തരത്തിന്റെ മേളില്. എന്റെ മോനെ വല്ല തേളോ പഴുതാരോ കടിച്ചിരുന്ന എന്തായനടാ? അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലേ. പള്ളിച്ചേച്ചി ട്രാപ്പിലായല്ലേ. പല്ലിച്ചേച്ചി ട്രാപ്പിലാവുകയും ചെയ്തു, ട്രാപ്പിൽ നിന്ന് അവള് ചാടുകയും ചെയ്തു. നിന്നെ ഞാൻ ഒന്നുകൂടെ നോമിനേറ്റ് ചെയ്യട്ടടാ കുട്ടാ. ഞാൻ വീണ്ടും ഉത്തരത്തിൽ പോട്ടേടാ കൂട്ടാ. വേണ്ട, നീ എങ്ങനെ കയറണ്ട. എടി ഭയങ്കര ചുമ്മാരി. ഞാനൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ. ഞാൻ നാത്തൂന്റെ സൈഡാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. എന്നാലും ആ പല്ലവി അമ്മയുടെ കൊണ്ട് തന്നെയാണ്. ഒരു സ്ഥലത്ത് അവൾ ഉറച്ചു വയ്ക്കത്തില്ല. അത് ശരിയാ കേട്ടോ. ഞാനും ഇപ്പഴും ആലോചിക്കുന്നേ, കറക്റ്റ് നാത്തൂൻ തന്നെ. അമ്മയുടെ അതേ സ്വഭാവം. നടക്കോ ചേടേ? ഇതെങ്കിലും ഒന്ന് കൊള്ളിക്കണം കേട്ടോ. കണ്ണ് കാണാൻ പാടില്ലേ? നിനക്കെന്താ പല്ലി കാഴ്ച കൂടിപ്പോയോ? നിനക്ക് രണ്ടായിട്ട് കാണുന്നുണ്ടോ? പോയ ചിറ്റപ്പാ, ഞാൻ തച്ചിട്ടോ എന്റെ. നിന്നെക്കാട്ടി സൂപ്പറായിട്ടേ കണ്ണാണതൊരു കളിയും. കോർക്ക് സൂക്ഷിച്ചു നോക്ക്, എന്നിട്ട് അടുത്ത് വരുമ്പോ അടി. എടാ ഞാൻ അത് തന്നെയാണ് ചെയ്യണത്, കൊള്ളണ്ടേ? പിടിച്ചോ. ആ പോയി. എന്താ വാടി? ചേച്ചി ചേച്ചിയോട് പറ്റും, ചേച്ചി ശ്രമിക്കേ. ഇത് ക്രിക്കറ്റ് അല്ലടി. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? കളിച്ചോ ഇവരിവിടെ വന്നിരിക്കുന്നോണ്ട് എന്റെ കോൺസെൻട്രേഷൻ പോണേ. കളിക്കുമോളെ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ലാസ്റ്റ് ഇതുകൂടെ കളഞ്ഞാൽ ഇവിടെ റേഷൻ കാർഡിൽ പേരും കിട്ടിയേക്കണം കേട്ടോ. ഉറപ്പായിട്ടും വിട്ടൂടാ. സുമേ, പിടിച്ചോ. അച്ഛാ ഇവള് ഇനി ബാഡ്മിന്റൺ കളിച്ച് നമ്മുടെ രാജ്യത്തിന് നാണക്കേടാട്ടോ. കാര്യം പറയാ, ഇതിലും നല്ലത് ഇവളും ഡോക്ടർ ആവുന്ന. അതാവുമ്പത്തേക്കും പട്ടിയുടെ പൂച്ചയുടെ മാന്ത കിട്ടുള്ളൂ, നമുക്ക് നാണക്കേടില്ല. വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്ന നല്ല രസാ. നീ കൂടുതലൊന്നും പറയണ്ട. മകളിങ് വാടാ. മോൾ അച്ഛനോട് അമ്മയോട് ക്ഷമിച്ചേരെ. സത്യം പറഞ്ഞ ഒരു അച്ഛനമ്മയും കാണിക്കാൻ പാടില്ലാത്ത പരിപാടി ഞങ്ങൾ മോളോട് കാണിച്ച്. പക്ഷെ സാറില്ല, പോട്ടെ. അച്ഛനും അമ്മയും മോളുടെ ഇടതും വലതും ഉണ്ടാവും കേട്ടോ. എന്റെ ധൈര്യമായിട്ട്. പൊന്നോ ചേട്ടാ, ഇവളെ ബാഡ്മിന്റൺ കളിക്കാനൊന്നും വിടല്ലേ. ഇതോടുകൂടി ഏകദേശം 150ാമത്തെ പ്രാവശ്യം അച്ഛൻ സർവീസ് ചെയ്യുന്നത്. ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. ഇവക്ക് ഇനി 100 കോക്ക് വെള്ളം നേരെ ഇട്ട് കൊടുത്താൽ ഇവിടെ ആ കോക്കിലൊന്നും കൊള്ളിക്കാതെ ഗ്യാപ്പ് അടിക്കും. കോക്ക് വെള്ളം മതി 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 മതി. അവളെ അടിക്കണവരെ ഞങ്ങള് കോക്കിട്ട് കൊടുക്കും കേട്ടാ. അതെ അച്ഛാ, ഞാൻ നിങ്ങൾ രണ്ടാൾ അടി കൂടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചുമ്മാ പറഞ്ഞാ. എനിക്ക് ബാഡ്മിന്റൺ കളിക്കാരൊന്നും വേണ്ട. എന്റെ പൊന്നതായ വളരെ ഉപകാരം. അല്ലെങ്കിൽ നീ ഇവിടുത്തെ വായി മൊത്തം അടിച്ച് അപ്പുറത്തെ പറമ്പിടാനില്ലേ? ദൈവം ഉണ്ടടി നമ്മുടെ ഇവിടെ ദൈവം. പക്ഷെ നിനക്കൊരു ബാഡ്മിന്റൺ കളിക്കാരി ആവാനൊക്കെ പറ്റിയേനെ. അമ്മ സപ്പോർട്ടായിരുന്നു. എന്റെ പൊന്നാശി, അവക്ക് ഇഷ്ടമില്ലെങ്കിൽ അവള് സമാധാനമായിട്ട് അതങ്ങ് നിർത്തിക്കോട്ടെ. വേണ്ട മകളെ, അടിച്ചടിച്ച് കൈയൊന്നും വേദനിപ്പിക്കണ്ട കേട്ടാ. അച്ഛാ അടിച്ചു ഭയങ്കര വേദന വെച്ച കൈയൊക്കെ വേറെ എന്തെങ്കിലും നോക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. എടി പല്ലേ, ചിറ്റപ്പ നിനക്ക് കുറച്ച് നല്ല കരിയർ ഓപ്ഷൻസ് പറഞ്ഞുതരാം. നീ ഏതിനും നല്ല ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്താൽ മതി. ഡേയ്, നിന്റെ ഓപ്ഷൻസ് ഒക്കെ നീ കയ്യിൽ വെച്ചിരുന്നാ മതി. എന്തുവാ ഞാൻ ഉപദേശിച്ചല്ലേ ഉള്ളൂ, അല്ല നിങ്ങളെ പണക്ക് കുറ്റപ്പെടുത്തിയൊന്നുമില്ലല്ലേ. നീ പാടി, ഞാൻ പറഞ്ഞുതരാം നിനക്ക്. നാത്തൂസേ, എന്താ സംഭവം എന്നൊന്ന് പറയൂ. എടി മാജിക്. ഒന്ന് പോടെ. അല്ല മാജിക്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മ കാണിക്കമ്മ. കാണിക്കേ. അച്ഛമ്മക്ക് കാണണ്ടേ? കാണണ്ട ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. കാണണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ കാണിച്ചു തരാന്ന്. അച്ഛമ്മ, അപ്പൊ എല്ലാരും റെഡി അല്ലേ കാണാൻ? കൊള്ളത്തില്ലേ ഞാൻ കൂവേ. ശരി, സമ്മതിച്ചു. ഓക്കെ, ഇതെന്താണെന്നറിയോ? വെള്ളയ്ക്ക. തീപ്പെട്ടിക്കൊള്ളിയാണ്. അപ്പൊ നോക്കിക്കോ, മായമല്ല, മന്ത്രമല്ല, ആബ്രാ കഡബ്ര. ഇതെല്ലാവർക്കും പറ്റും. ഇതെല്ലാവർക്കും പറ്റുമായിരിക്കും, പക്ഷെ ഇത് എല്ലാവർക്കും പറ്റൂല. അതെങ്ങനെ തിരിച്ചു വന്നേ? മാജിക് അടി, മാജിക്. എന്റെ തല ഇറങ്ങുന്ന ഇതും താങ്ങാൻ പറ്റുന്ന തലച്ചോറല്ലേ. കേട്ടോ, മാജിക് കണ്ട് ഇവിടെ ഓരോരുത്തരുടെ കിളി വരെ പോയി തുടങ്ങി. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചിട്ട് പോളെ? ഇത് ചാത്തന്റെ ആയിരിക്കും. എന്ത് ചാത്തന്റെ? ചാത്തൻ സേവ. ചാത്തൻ സേവ ഉണ്ടോ നിനക്ക്? ഇവിടെ ഉള്ള ചാത്തന്മാരൊന്നും പോരാഞ്ഞിട്ടാ. ഒന്നുകൂടി കാണിക്കേ. ഒന്നുകൂടെ കാണിക്കട്ടെ. ശ്രദ്ധിച്ചു നോക്കിയോ, ചാത്തനാണോ കുട്ടിച്ചാത്തനാണോ എന്നൊക്കെ. ഓക്കെ, എന്തത്? തീപ്പെട്ടിക്കൊള്ളി. ഓക്കെ, നോക്കിക്കോണം. ആബ്രക്കഡബ്ര. തിരിച്ചെടുത്ത് ഇത് എങ്ങനെ സാധിക്കുന്നടി നിന്നെ കൊണ്ട്? കുറച്ചേരം ഇവിടെ അന്തം വിട്ടിരുന്ന് ആലോചിക്കാം. ഈസി, എല്ലാവർക്കും പറ്റുമോ? എന്നാലും അതിലെന്തോ ട്രിക്ക് ഉണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. അമ്മ 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 അമ്മ
ചേച്ചി പ്ലീസ് എന്താടാ മാജിക് ആ ട്രിക്ക് ഒന്ന് പറഞ്ഞാ. എടാ മാജിക് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുത്തൂടാ. വെറുതെ ജാടാണെങ്കിൽ പറഞ്ഞു താ അമ്മ. ഞങ്ങളും ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ ഒന്ന് ഹീറോ ആവട്ടെ. അമ്മേ ഇവർക്കാർക്കും പറഞ്ഞു കൊടുക്കണ്ട, എനിക്ക് മാത്രമാണ് പറഞ്ഞു. എന്റെ പിള്ളേരെ മാജിക് അങ്ങനെ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഒരു പ്രൊഫഷണൽ മജീഷ്യന് വേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം അറിയോ? സീക്രട്ട് സൂക്ഷിക്കണം. എന്തുള്ള ഇത്രയും നാളായിട്ട് എന്നോടൊന്നും പറയാഞ്ഞേ? നാത്തു ഒരു പുലിയാണെന്ന്. ഓ ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് വേണോ? അതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണ്ടേ? അതെ അല്ലേ? ഇതൊക്കെ വെറും സാമ്പിളാ, വലുതൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ആണോ? പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, സുമയുടെ മുമ്പ് വെച്ച് ഇതൊന്നും പറയല്ലേ, അവന് ഭയങ്കര പേടിയാ. മാജിക്കിന് പേടിയോ? ആ അങ്ങനെ ഒരു മനുഷ്യനാണ് സുമ. കുറച്ചു മുമ്പ് പറയുന്ന കേട്ടില്ലേ, ഈ ഷോക്കൊന്നും താങ്ങാനുള്ള തലച്ചോറ് അവനില്ലാന്ന്. എന്റെ ദൈവമേ, പല ടൈപ്പ് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രകൃതി കാണിച്ചെന്തോ വലിയ വികൃതിയായി പോയി സുമേഷ്. ആ ഇന്ന് മൊത്തം നേരത്തെ കാണിച്ച എന്റെ ഷോക്കിലായിരിക്കും അവൻ. പിള്ളേരെ എന്തോ അമ്മയുടെ പുതിയ മാജിക് പരീക്ഷണത്തിന് ഒരു കുട്ടി ആവശ്യമുണ്ടായിരുന്നു. അതെന്താ നമ്മൾ 3 നേരം ഇവിടെ നിൽക്കല്ലേ? നിങ്ങളെ വെച്ച് പരീക്ഷണം ചെയ്യാൻ എനിക്കൊരു മടി. എന്ത്? അല്ല നിങ്ങൾ പേടിച്ചാലോ? എന്താ പേടിക്കുന്ന മാജിക്കാ? അല്ല പേടിക്കുന്ന മാജിക് അല്ല, പക്ഷെ നിങ്ങൾ സുമേഷിനെ പോലെ ആണെങ്കിൽ ചിലപ്പോൾ പേടിക്കും. ഞങ്ങള് ചുറ്റപ്പടിയെ പോലെ ഒന്നുമല്ല. പേടിയില്ല? നിങ്ങൾ റെഡിയാണോ? റെഡി റെഡി. ആ ഓക്കെ ചേച്ചി, എനിക്ക് ഒരാളെ മതി. ഞാൻ വരാം. ഞാൻ വരാം. കോഴി ഞാൻ വരാം അമ്മ. ഇനി നിനക്കും കൂടെ വരണോ? വേണോ? ആ പക്ഷെ ശംഭു മതി. ശംഭു സൈസ് കൊണ്ട് കറക്റ്റ്. ഓക്കെ. ആ നീ കൊണ്ട് വന്നേ, നീ ആ ഊഞ്ഞാലിലോട്ടൊന്ന് കിടന്നേ. ഊഞ്ഞാല് കിടക്കണോ? റിസ്ക് ഒന്നുമില്ലല്ലോ. ഇല്ലടാ നീ കിടക്ക്. അമ്മ നീ പേടിക്കണ്ട, ഒരു പോറൽ പോലും നിനക്ക് പറ്റാതെ അമ്മ നോക്കിക്കോളാം. കേട്ടോ? നീ എൻ്റെ പിള്ളേരെ എന്തോ നീയാണ് മാറ്റി കളയോ? നീ മായ്ക്കാനല്ല, പറപ്പിക്കാൻ പോണു. പറപ്പിക്കാത്ത ചുട്ട കോഴിയാ? അത് ചുട്ട കോഴി മാത്രമേ പറക്കുള്ളൂ. അതെ ഇതിനുള്ള കോഴിയും പറക്കത്തില്ലേ? തർക്കുത്തരം പറയണോ നീ? അവളെ ഒരു ഡൂക്കളി മാജിക്. ഡൂക്കിളി മാജിക്കോ? പിന്നെ അല്ലാതെ നിങ്ങക്ക് അസൂയല്ലേ? എനിക്കാ ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ദൂരെ കളഞ്ഞതിന്. തീപ്പെട്ടിക്കുള്ള ദൂരെ കളഞ്ഞാലേ ഇപ്പൊ പിള്ളേർക്കൊക്കെ എന്നോടൊരു ആരാധന ഉണ്ട്, അത് കണ്ടിട്ടുള്ള അസൂയല്ലേ നിങ്ങക്ക്? ആരാധനയല്ല, വഴിപാട്. ഇതിന് ആരാധന. അല്ല പിള്ളേരെ, നിങ്ങക്ക് ഇപ്പൊ എന്നോടൊരു ആരാധന തോന്നില്ലേ? ഉണ്ട്. അമ്മ സൂപ്പർ അമ്മേ. അതാണ് എനിക്കുണ്ട് അമ്മയുടെ ആരാധന. അപ്പൊ നിങ്ങൾക്ക് ആർക്കും എൻ്റെ അടുത്ത് ആരാധനയൊന്നുമില്ലേ? അച്ഛനോട് ഞങ്ങൾക്ക് സ്നേഹം, ബഹുമാനം, അനുകമ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അണുകമ്പേ? അത് ഞാൻ അർത്ഥം അറിയാണ്ട് പറഞ്ഞതാ, കുഴപ്പമായ? അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു ആരാധനയില്ല അല്ലേ? എല്ലാ കുട്ടികളുടെ സൂപ്പർ ഹീറോ അച്ഛനല്ലേ? അച്ഛാ ഇപ്പൊ ഇല്ലെങ്കിലും പിന്നെ തോന്നിക്കൂടാന്നില്ലല്ലോ. അത് കിടതാ. അയ്യോ അച്ഛന് വിഷമായി കാണാൻ തോന്നുട്ടോ. നീ എന്തിനാണ് അച്ഛനടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പോയേ? ചേച്ചിയല്ലേ പറഞ്ഞ മനുകമ്പയാണെന്ന്. മനുകമ്പയല്ല, ആ അനുകമ്പ. അനു ആയാലും മനു ആയാലും അച്ഛൻ പടങ്ങിപ്പോയി. അതൊന്നും സാരമില്ല, അച്ഛനെ കഴിയുമ്പോൾ തിരിച്ചു വന്നോളൂ. നീ ഇവിടെ കിടക്കടാ, നമുക്ക് പറക്കാം. അതെ എനിക്ക് കുറച്ച് പേടി ഇപ്പം തോന്നുന്നു. പേടിയോ? എടാ പേടിക്കണ്ടാ. ആ മിനി കിടക്കണ്ട വാ. ഇതെന്ത് പിള്ളേരിത്? നീ വാടി, കൊച്ചിനെ താഴെ എടുത്തിട്ട് വാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വാടി പല്ലി. ഹലോ അപ്പൂപ്പാ. ആ അമ്മയുണ്ടല്ലോ, ഇന്ന് ഒരു തീപ്പെട്ടി കോലെടുത്ത് പെട്ടെന്ന് അപ്രത്യക്ഷമാക്കി, എന്നിട്ട് അതേപോലെ അങ്ങ് പ്രത്യക്ഷപ്പെടുത്തി. ആ എന്താ വെച്ചാ സംസാരിക്കല്ലേ എന്നൊരു ശേഷം എടുത്ത് റേഞ്ച് പോയി എന്നങ്ങ് പറഞ്ഞാൽ മതി. ഒരു തീപ്പെട്ടിക്കൊള്ളി മാറ്റി കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ മൊത്തം വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മളെ സന്തോഷം കൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. നമ്മൾ 3 പേരും ഇപ്പൊ അമ്മ ഫാൻസ് ആണ്. അമ്മ ഫാൻസാ? ആ അമ്മ പൊളിയാ, തല്ലിപ്പൊളി. അച്ഛൻ ചുമ്മാരി അച്ഛാ, ഈ വിട്ട് സൂപ്പർ സ്റ്റാർ ആണ് അമ്മ. പിള്ളേരെ നിങ്ങൾ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കല്ലോ കേട്ടാ. വീണ്ടും വീണ്ടും അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ അച്ഛനെക്കാളും മിടിക്കായോണ്ട് ഞങ്ങൾ അമ്മയുടെ ഫാൻസ് ആയില്ലേ? ആ ഒരു കാര്യമില്ലാതെ അച്ഛന്റെ ഫാൻസ് ആവുന്ന എങ്ങനെ? ഒരു കാര്യമില്ലേ? ഒരു കാര്യമില്ല. ഇല്ല. ശരിയാക്കി തരാം കേട്ടാ. ഇവിടെ കാണുമല്ല? ആ കാണും. കാണുമല്ല? കാണും. കാണും. കാണണം. ഒരുപാട് കാണാനുണ്ട്. എന്നാ വിടി. ചേട്ടാ ഈ പിള്ളേരെ ആരാധരാക്കുന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്. പിള്ളേരെ കൈയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ പരിപാടിയാണ് മാജിക്. അതവള് എടുത്തില്ലേ? എടുത്തില്ലെങ്കിൽ ഇനി ചേട്ടൻ മാജിക് ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ചേട്ടനോട് സഹിക്കുന്നില്ലേ? ഈ പിള്ളേരെ ആരാധരാക്കിയാലും ഇല്ലെങ്കിലും ശരി, ചേട്ടത്തിന് മാജിക് നമുക്ക് എങ്കിലും നിർത്തിക്കണം. എനിക്കും ഇങ്ങനെ പനി പിടിച്ചെന്ന് കിടക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ നിർത്തിക്കാൻ ചെന്നാൽ അവളെന്നെ മൂരാച്ചി എന്ന് പറഞ്ഞ് മുദ്ര കുത്തും.
മുദ്രയൊക്കെ നേരത്തെ കുത്തിയതില്ല, ഇനി എത്ര മുരാചിത്രം വേണമെങ്കിലും കാണിക്കാല്ലേ. ഇവിടെ ആകെ അറിഞ്ഞ പിള്ളേരെന്തെങ്കിലുമൊക്കെ വിചാരിക്കാം, വേണ്ട. ചേട്ടനാന്ന് അറിയാത്ത രീതി പിള്ളേരെ മുമ്പ് നിർത്തിച്ചാ പോരെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് അവളെ കാട്ടിലൊന്ന് ഷൈൻ ചെയ്താൽ മതി. അടിപൊളി. ആകപ്പാടെ അറിയുന്നത് മൃഗസ്നേഹവും പിന്നെ കുറച്ച് സംഗീതവും. ഈ മൃഗസ്നേഹം കൊണ്ടൊന്ന് പിള്ളേരെ ആരാധരാക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ പാട്ട് കുറേ പാടിയിട്ട് ആരാധനയൊന്നും ഉണ്ടായിട്ടില്ലല്ലേ. നീ പാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ എന്തോന്ന് വിചാരിച്ചു? എൻ്റെ മൃഗസ്നേഹവും സംഗീതവും മാത്രമേ ഉള്ളൂ എന്നാ? വേറെ എന്തോ ഇരിക്കുന്നത്, വല്ല തെയ്യം കളി വല്ലതും ഉണ്ടോ? വേണമെന്ന് വെച്ചാൽ തെയ്യവും ചെയ്യും. ഇതൊന്നുമല്ല, വേറെ വെറൈറ്റി ഐറ്റം ഉണ്ട്. അവസാനം ചമ്മി ഐസാവരുത്. ഒരു ഐസാവലും ഇല്ല. പിള്ളേർ എൻ്റെ പുറകെ വരും. നീ കണ്ടോ? അയ്യോ, ഇനി ഇവിടെ വായങ്കരി ഇരുന്നിട്ട് വേണം ആ ചേട്ടത്തി വല്ല പരവതാനിയും പറത്തിക്കൊണ്ട് വരാൻ. പോയേക്കാം. അലമാരയുടെ ഇടയിൽ മോനെ. കോസ്റ്റ്യൂമല്ലേ? ഡാൻസ്. ഞാൻ കൂടുതൽ സൂപ്പറായ നിങ്ങളുടെ അമ്മയ്ക്ക് വിഷമാവെന്ന് കരുതിയിട്ട് അച്ഛതൊന്ന് പുറത്തെടുക്കാതിരുന്നല്ലേ. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര മൊട. എന്തൊക്കെയായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മൈക്കിൾ ജാക്സൺ തോറ്റു പോകും. എനിക്കൊന്നും തോന്നിയില്ല. ഓ, എന്നാലും എൻ്റെ ഒത്തുമ, നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഡാൻസ് പ്രതിഭയുണ്ട്, നീ അച്ഛൻ അറിഞ്ഞില്ലടോ മക്കളെ. എളിമയല്ലേ ഷാ? എനിക്കറിയായിരുന്നു അവൻ ഡാൻസ് കളിക്കുന്നു, പക്ഷെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അമ്മനെ. ആരും പ്രതീക്ഷിക്കില്ലമ്മ, അങ്ങനെയല്ല എൻ്റെ സ്വഭാവം. അയ്യോ, നാണോ ഇല്ലല്ലോ. പിള്ളേരെ പറ്റിക്കാൻ ഒരു മാതിരി വേഷം കെട്ടും ഒരു ഉടായിപ്പ് ഡാൻസും. സ്റ്റെപ്പൊക്കെ മുഴുവൻ തെറ്റായിരുന്നു. മുഴുവൻ തെറ്റാ. തീപ്പെട്ടിക്കൊള്ളി ഒളിപ്പിച്ച് വെക്കണ പോലല്ല ഇത്. കഴിവ് വേണം. നിങ്ങൾ തന്നെ കഴിവുള്ള ആള്.